അനേക പാസ്റ്റർമാർക്കും ജീവിക്കാനുള്ളൊരു ഉപകാരം ആരാ? പിശാച. അതില്ലെങ്കിൽ അനേക പാസ്റ്റർമാർ പട്ടിണിയായാണ്. എന്ത് പറഞ്ഞാ പേടിപ്പിക്കുന്നത്? ഈ പുസ്തകം മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേൽ പിശാചിന് എന്തെങ്കിലും അധികാരമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ യോഗം കഴിയുമ്പം വാക്യമെടുത്ത് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണം. എന്തെങ്കിലും പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം. ഈ കൃപയിൽ പെന്തിക്കോസുകാരനാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പെന്തിക്കോസുകാരെല്ലാം കൃപയിലൊന്നുമല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിലനിൽക്കുന്നവന് പിശാചുമായിട്ട് എന്ത് ബന്ധം? അവന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് കർത്താവിന്റെ ഉള്ളംകരത്തിൽ വച്ചിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിന്നിലും വസിക്കുന്നു. അവിടെ പിശാചിന് എന്താ റോള്? അതാ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ്, ആരാധിക്കണമെന്നൊക്കെ ഉണ്ട് പാസ്റ്ററെ, പിശാച് സമ്മതിക്കുന്നില്ലെന്നും. പിശാച് സമ്മതിച്ചിട്ട് വേണോ നീ ആരാധിക്കാൻ? ആരാധിക്കാൻ പിശാചിന്റെ സമ്മതം വേണോ വേണ്ടയോ? പറ. ദൈവത്തെ ആരാധിക്കാൻ പിശാചിന്റെ സമ്മതം വേണോ? ഇപ്പോഴും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടും പിശാചിനെ വിടാൻ പറ്റുന്നില്ല നമ്മുടെ ആളുകൾക്ക്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിവർന്നു നിന്നുകൊണ്ട് പറയാം, പിശാചിന് എൻ്റെ മേൽ ഒരു അധികാരവും ഓടാ. എനിക്ക് കാര്യമുള്ളത് ദൈവമായിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കുറ്റം സംഭവിച്ചാൽ എന്നെ എടുത്ത് നേരെ പിശാചിന് ഇട്ട് കൊടുക്കുകയാണോ ദൈവം ചെയ്യുന്നത്? അല്ല. ദൈവം പറയുന്നത് ദൈവം എന്നെ ബാലശിക്ഷ കഴിക്കും. പിശാചിന് അനുവദിച്ചു കൊടുക്കുന്ന ഘട്ടം എപ്പോഴാന്നും കൂടെ പഠിക്കണം. മക്കളായി നിൽക്കുന്നിടത്തോളം ബാലശിക്ഷയിലൂടെ പോകുന്നത്. മക്കളായി നിൽക്കുന്നിടത്തോളം ഞാൻ ഇവിടെ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഉദാഹരണമാണ്. പാസ്റ്റർ മോളെ വടിയെടുത്ത് ചൂരലെടുത്ത് അടിക്കുക. എന്നാ പാസ്റ്റർ കൊച്ചിനെ അടിക്കുന്നതെന്ന് ചോദിച്ചു. അവള് കുരുത്തക്കേട് കണ്ടില്ലേ? അവള് 1000 രൂപ വിലയുള്ള ഗ്ലാസ് അവള് ടേബിളിൻ്റെ ഗ്ലാസ് നിലത്തിട്ട് പൊട്ടിച്ച് പാസ്റ്ററെ അടിക്കാതിരിക്കാൻ പറ്റുമെന്നും പറഞ്ഞ് അടിക്കുക. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു, അവിടെ എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം എടുത്തുണ്ട്. ഉടനെ പാസ്റ്റർ വടി അവിടെ ഇട്ടേച്ച് നിന്നെ കാണിച്ചു തരാടിയെന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലോട്ട് കുപ്പി വെള്ളം എടുക്കാൻ പോയി. എന്തായാലും പുള്ളി അടിച്ചുകൊണ്ടിരുന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ ആ ചൂരൽ അങ്ങോട്ട് എടുത്ത് അതിൻ്റെ ബാക്കി അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. എടീ പൊട്ടിക്കോടി ഞാൻ അടിക്കുക. ഇത് കണ്ടോണ്ട് കുപ്പിയും വെള്ളമായിട്ട് ഇറങ്ങി വരുന്ന അപ്പൻ, കൊച്ചിൻ്റെ അപ്പൻ, കുടുക്ക് ഭാഷ അവളെ മണ്ടക്കിട്ടെന്ന് പറയോ അതോ കുപ്പി എടുത്ത് എൻ്റെ മണ്ടക്കിട്ട് അടിക്കോ? പറ നിങ്ങൾ പറ. ഇനി പാസ്റ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ എന്നെ അടിച്ചില്ലെന്ന് വെച്ചോ. എന്നാലും ഞാൻ ഉദാഹരണത്തിന് പറയും. എന്നാലും എന്താ പറയുക അപ്പൻ? എടാ, എൻ്റെ കൊച്ചു തെറ്റ് ചെയ്തെങ്കിൽ അവളെ ശിക്ഷിക്കാൻ അപ്പനായ ഞാനുണ്ട്, ഞാൻ അടിച്ചെന്നിരിക്കും എന്ന് കരുതി വഴിയെ പോകുന്നവർക്കെല്ലാം കയറി അടിക്കാൻ ഇത് പൊതുവക അല്ലേ? രക്ഷിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറ്റം സംഭവിച്ചാൽ നമുക്കൊരു പിതാവുണ്ട്. ആ ദൈവം നമ്മെ ബാലശിക്ഷ കഴിക്കും, നമ്മെ നേരായ പാതയിലേക്ക് കൊണ്ടുവരും. കണ്ടവനും പോകുന്നവനും കയറി അടിക്കാൻ ഇത് പൊതുവകയല്ല, രക്തം വില കൊടുത്ത് വാങ്ങിച്ചതാണ്. ഈ ബോധ്യം നമുക്കില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും പിശാചിന്റെ പണ്ടൊരുത്തൻ കിണറ്റിൻകര കിടന്ന് ഉറങ്ങിയപ്പം കഥയാ, കിണറ്റിന്റെ വരമ്പേ കയറി കിടന്ന് ഉറങ്ങിയെന്ന്. പിശാച് വന്ന് ഇവനെ ഒറ്റ അടി കൊടുത്തിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങടാന്ന്. എന്താ ഇനി നീ ഉറങ്ങി തലയും കുത്തി കിണറ്റിൽ വീണേച്ച് ഞാൻ തെള്ളി കിട്ടെന്ന് പറയാനല്ലേ? കഥയാണെങ്കിലും അതിനകത്തൊരു ഒരു പോയിന്റ് ഉണ്ട്. എന്ത് സംഭവിച്ചാലും നമ്മൾ ആരെ തലയെ കൊണ്ടങ്ങ് വെക്കും? കർത്താവ്, എനിക്ക് പറ്റിപ്പോയപ്പാ, എൻ്റെ ജീവിതത്തിൽ ഒരു പാളിച്ച പറ്റിപ്പോയപ്പാ, എനിക്ക് തെറ്റ് പറ്റിപ്പോയപ്പാ, ഞാൻ ദൈവസന്നിധി ഞാൻ മടങ്ങി വരിക അപ്പ എന്ന് പറയാൻ നമുക്ക് മനസ്സില്ല. നമ്മൾ ആരെ തലയെ വെക്കും? പോരാട്ടം, ബന്ധനം. ഇതില്ലെങ്കിൽ ഒരു സുഖമില്ലെന്നാ. രാത്രിയുടെ മണ്ഡലങ്ങളിൽ ഉറക്കം തരത്തിൽ നിന്ന് വാദിച്ചുകൊണ്ട് ഉറങ്ങാതെ ചെവിക്ക് ചുറ്റും മൂളിപ്പറന്ന് രക്തം കുടിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന രക്തദാഹിയായ ഈഡിസ് കൊതുകുകളുടെ വ്യാപാരം. കരങ്ങളെ ചേർത്തടിച്ചാൽ കരങ്ങളുടെ ഇടയപ്പെട്ട് കൊതുകുകൾ അമരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിലാകുന്ന ലെവലായി ഇപ്പൊ കാണും. ഇത് പറയാനൊരു ശൈലി വേണമെന്നുള്ളൂ. രാത്രിയുടെ മണ്ഡലങ്ങളിൽ ഉറക്കം തരത്തിൽ നിന്ന് വാദിച്ചു. അല്ല, പണ്ടത്തെ ലോട്ടറി കച്ചവടക്കാരനപ്പ്, തൈല കച്ചവടക്കാരനപ്പ്. എൻ്റെ ദൈവമക്കളെ ഒന്നും മനസ്സിലാക്കേ, നമുക്ക് കാര്യമുള്ളത് നമ്മുടെ ദൈവമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ പിശാചിനങ്ങ് ഒരു റോളും ഇല്ലെന്ന് പോയി പണി നോക്കാൻ പറയുന്നേ. നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഒരു റോളും ഇല്ലെന്ന്.
അവന്റെ കയ്യിൽ നിന്ന് വിലക്ക് മേടിച്ചെന്ന്, മക്കളും അവകാശികളുമാക്കി തീർത്തെന്ന്. ഇത്ര വലിയ അപ്പൻ നമ്മുടെ അപ്പൻ. ആ അപ്പന്റെ കണ്ണ് ചിമ്മുന്നില്ല, മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അവൻ നമുക്ക് പരിപാലകനായിട്ടിരിക്കുമ്പോൾ ആ കണ്ണ് വെട്ടിച്ചിട്ട് ഏത് പിശാച് നമ്മളെ എന്ത് ചെയ്യുമെന്നാ ഈ പറയുന്നത്? പിശാചിനെ ഭയപ്പെടരുത്. പിശാചിനെ ഭയപ്പെടരുത്. ആ പോയിന്റ് ഒന്ന് പറയണം. എന്തെന്നറിയാവോ? വാക്യമുണ്ടോ ഭാഷേ? യാക്കോബിന്റെ ലേഖനം 4:7. യാക്കോബിന്റെ ലേഖനം 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടി. കണ്ടോ നോക്ക്, പിശാച് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കൾ കൃപയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവൻ നമ്മുടെ പിറകെ നടക്കുക. നമ്മുടെ ജീവിതത്തിൽ റോളൊന്നുമില്ല. അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് വെച്ച് ഇവൻ എന്ത് ചെയ്യുക? ചുറ്റി നടക്കുക പിറകെ. എന്തിനാ? ഈ കൃപയ്ക്കകത്ത് നിന്ന് നീ പുറത്ത് ചാടിയാൽ നിന്നെ വിഴുങ്ങും. അതിനാ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞേ, ഈ കൃപയിൽ നിലനിൽക്കുകയാണെന്ന ബോധ്യമുണ്ടെങ്കിൽ പിശാചിന് നിന്നെയോ നിന്റെ തലമുറയോ നിന്റെ കുടുംബത്തിന്റെ മേലോ ഒരു ബന്ധവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങണം. പിശാചിനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽപ്പീൻ. എന്റെ പൊന്നെ, നമ്മൾ നേരെ തല തിരിഞ്ഞാ കിടക്കുന്നത്. എന്തുവാ? ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ഭയവും ഇല്ല. പിശാചെന്ന് കേട്ടാലേ പേടി. ഒന്ന് തിരിഞ്ഞു വാ. ദൈവത്തെ ഭയപ്പെട്, പിശാചിനോട് എതിർത്ത് നിൽക്ക്. ദൈവത്തിന് കീഴടങ്ങ്, പിശാചിനോട്. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന്. അപ്പൊ ദൈവ കുഞ്ഞുങ്ങൾക്ക് പിശാചിനെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 26-27 വാക്യങ്ങൾ എന്താ പറയുന്നത്? വായിച്ചേ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. ദൈവ കുഞ്ഞുങ്ങളോട് പറയാണ്, കോപിച്ചാൽ. അപ്പൊ കോപം പാപമാണോ? അല്ല, കോപം പാപമല്ല. പക്ഷെ കോപിച്ചാൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. കോപം ജഡത്തിന്റെ പ്രവൃത്തിയാ. കോപം ജഡത്തിന്റെ പ്രവൃത്തിയാ. പിണക്കം ജഡത്തിന്റെ പ്രവൃത്തിയാ. ദേഷ്യം ജഡത്തിന്റെ പ്രവൃത്തിയാ. എന്നാൽ ഇത് നമ്മൾ വെളിപ്പെട്ടാൽ ഇത് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും? ദൈവത്തിന് വിരോധമായി പാപം ചെയ്യിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മൾ വീട്ടിലൊക്കെ നല്ല രീതിയിൽ കോപിക്കും, അല്ലേ? 101-ാം സങ്കീർത്തനം 3-ാം വാക്യം എന്താ പറയുന്നത്? വായിച്ചേ. 101:3. ഞാനൊരു നീചകാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല. രണ്ടാം വാക്യം വായിച്ചേ. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എന്റെ അടുക്കൽ വരും, ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. എല്ലാവരും ആ വാക്യം ഒന്ന് വായിച്ചു. എല്ലാവരും വായിച്ചിട്ട് ഞാൻ ബാക്കി പ്രസംഗിക്കും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. അമ്മാമ വായിച്ചല്ലേ? ഇനി എല്ലാവരും വായിക്കണം. എല്ലാവരും വായരും. ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും. അടുത്ത വാക്കെല്ലാവരും. ഞാൻ എൻ്റെ വീട്ടിൽ. ആ വീട്ടിലെന്നുള്ള പദം ഒന്ന് മാറ്റിയിട്ട് ചർച്ചിൽ എന്നാക്കിയിരുന്നെങ്കിൽ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. ഞാൻ എൻ്റെ ചർച്ചിൽ ചർച്ചിലെല്ലാം നമ്മൾ മാടപ്രാവ. പക്ഷെ വീട്ടിലോ? അവിടെയാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഈ ഞങ്ങളെ പ്രതികൂട്ടിലാക്കാം, നിങ്ങളെ വിടുന്നു, ഞങ്ങളെ പ്രതികൂട്ടിലാക്കാം. ഈ ചില പാസ്റ്റർമാർ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പം നമ്മൾ നൈസായിട്ട് അവരുടെ ഭാര്യമാരുടെ മുഖത്തോട്ട് നോക്കിയാൽ മതി. കൃപയിൽ നിൽക്കുന്ന പാസ്റ്റർമാരാണെങ്കിൽ അവർ പ്രസംഗിക്കുമ്പോൾ ദൈവദാസിമാർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, സ്തോത്രം ചെയ്യും. കർത്താവേ, നിൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞ് അവർ പ്രാർത്ഥനയോടെ ഇരിക്കും. ചില പാസ്റ്റർമാർ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ ഭാര്യമാരുടെ മുഖത്തോട്ട് നോക്കണം. അവർ എന്നാ പെർഫോമൻസാ എല്ലാം കഴിയും. വീട്ടിലെന്നാ കോലമൊന്നും ഞാനല്ലേ കാണുന്നു. സ്തോത്രം. വീട്ടിലാണ് യഥാർത്ഥ രൂപം വെളിപ്പെടുന്നത്, അല്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ. നമ്മളൊന്ന് ചിന്തിച്ച, വീട്ടിൻ്റെ അകത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് നമ്മൾ
വേറെ ഇവിടെ ദൂതനും അവിടെ ഭൂതവുമായിട്ട് മാറും. അപ്പോൾ നമുക്ക് പറയാണ്, കോപം വരാം, ദേഷ്യം വരാം. അതുകൊണ്ടല്ലേ നമുക്ക് ആ ഓപ്ഷൻ തന്നേ. കോപിച്ചാൽ കോപം വരാം, ജഡത്തിൻ്റെ സ്വഭാവമാണ്. പെട്ടെന്ന് ദേഷ്യം വരാം, എനിക്കും വരുമല്ലോ, എനിക്കും വരും. പക്ഷെ നമുക്ക് തരുന്ന താക്കീത് എന്താ? കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുക. അപ്പൊ ദേഷ്യപ്പെട്ടു, ആ ദേഷ്യപ്പെട്ടിട്ട് ഭാര്യയെ ഒരൊറ്റ അടി കൊടുത്താൽ എന്തായി? പാപം ചെയ്തു, സ്വന്തം ശരീരത്തിന് വിരോധമായി. അല്ലേ? ഭാര്യയെ സ്നേഹിക്കുന്നു, സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നു. ആരെങ്കിലും സ്വന്തം ശരീരത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ എന്നാണ് ദൈവവചനം. അപ്പോൾ ഒരൊറ്റ അടി കൊടുത്തു. ദൈവവചനത്തിന് വിരുദ്ധമായ പ്രവൃത്തിയിലേക്ക് നമ്മൾ പോയി. പാടില്ല. ദൈവവചനം പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. എന്താ ഈ ഇടം കൊടുക്കരുതെന്ന് പറയുന്ന പദം? പിശാചിന് ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു ബന്ധവുമില്ല എന്ന് പാസ്റ്റർ പറഞ്ഞു. ഇപ്പം നമ്മൾ വായിച്ചത് പിശാചിന് ഇടം കൊടുക്കരുത്. ശ്രദ്ധിച്ചു കേട്ടോ, എങ്ങനെ ഇടം കൊടുക്കുന്നതെന്ന്. ഇപ്പോൾ നമ്മുടെ ജിജു പറഞ്ഞു ഇരിക്കട്ടെ. പുള്ളിക്കാരൻ ഭാര്യയും മക്കളെയും വീട്ടിൻ്റെ അകത്ത് സേഫ് ആട്ടാക്കി. വലിയ പ്രതിസന്ധിയുണ്ട്, ഒരു വലിയ ബിസിനസ്മാനാണ്, വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പം ഭാര്യയും മക്കളെയും വീട്ടിൻ്റെ അകത്താക്കിയിട്ട് പറഞ്ഞു, ഇച്ചിരി പ്രശ്നത്തിലവിടെ ഞാൻ പോകുന്നത്, ഒരു കാര്യം ചെയ്യണം, ആര് വന്ന് വിളിച്ചാലും എന്ത് ചെയ്യരുത്, വാല് തുറക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ടും പോരാഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റിയെ തോക്കും കൊടുത്ത് എന്ത് ചെയ്തു? നിർത്തി. അനുവാദമില്ലാതെ ആരകത്ത് കയറിയാലും വെടി വെച്ചേക്കാനുള്ള ഓർഡറും കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, ചെറിയ കാര്യമല്ല ഈ പറയുന്നത്. ഈ മനുഷ്യൻ പോയി. ഈ മനുഷ്യൻ പോയിട്ട് ആ വീട്ടിലേക്ക് ആര് അതിക്രമിച്ച് കയറി തൻ്റെ ഭാര്യയും മക്കളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും മുമ്പിൽ നിൽക്കുന്ന സെക്യൂരിറ്റി എന്ത് ചെയ്യും? പറ, വെടിവെക്കും. അത്രയും കെയർഫുൾ ആയിട്ടാണ് ഈ മനുഷ്യൻ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഈ സെക്യൂരിറ്റിക്കാരനെ മിണ്ടാതാക്കിക്കൊണ്ട് ഒരാൾക്കകത്ത് കയറാൻ വഴിയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഒരു വഴിയുണ്ട്. എന്താ വഴി? പറ. അറിയത്തില്ല. ഒരു വഴിയുണ്ട്, പറയാം. അകത്തുള്ള ആള് വാതിൽ തുറന്നിട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി വെടി വെക്കുമോ? പറ. അകത്തുള്ള ആള് കതക് തുറന്നിട്ട് എന്തുകൊണ്ട് വാ കയറി വാ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി വെടി വെക്കുമോ? ഇല്ല. രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയെക്കുറിച്ചും ബൈബിൾ പറയുന്നു, ഒന്ന്, നിങ്ങളിൽ ഈ ചെറിയവന് ഇടർച്ച വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട്. എന്നിട്ട് കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം, നിങ്ങളിൽ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തരുത്, കാരണം അവരുടെ ദൂതൻ സ്വർഗത്തിൽ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിക്ക് വേണ്ടിയും ദൈവം ആരെ ആക്കി വെച്ചിരിക്കുന്നു? ദൂതനെ ആക്കി വെച്ചിരിക്കുന്നു. ഇണവാക്യം എബ്രായ ലേഖനത്തിൽ പറയുന്നു, ആമേൻ, ദൂതന്മാരെ കുറിച്ചോ അവർ രക്ഷിക്കപ്പെടുന്നവരെ സേവിക്കുവാനുള്ള സേവകാത്മാക്കളല്ലയോ. അപ്പൊ രണ്ട് വേദഭാഗങ്ങളും പറയുന്നു, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ഒരു ദൂതനെ ആക്കി വെച്ചിരിക്കുന്നു. ഈ ദൂതന്റെ സംരക്ഷണയിൽ നാം ജീവിക്കുമ്പോൾ ഒരു പിശാചും അതിക്രമിച്ച് നമ്മെ അറ്റാക്ക് ചെയ്യില്ല. പക്ഷെ ദൂതനെ മൗനമാക്കിക്കൊണ്ട് നമ്മൾ പിശാചിന് കസേരയിട്ട് വിളിച്ചു കയറ്റരുത്, ഇടം കൊടുക്കരുത്. മനസ്സിലായോ? അപ്പോൾ ജിജോ ബ്രദർ സ്ട്രോങ് ആയിട്ട് സെക്യൂരിറ്റിയെ വെച്ചിട്ട് പോയി. അപ്പോൾ അകത്ത് ഇരുന്ന ആള് വാതിൽ തുറന്നിട്ട് കയറി ഇരിക്കാൻ പറഞ്ഞു. ഒരാൾ കയറിയിരുന്നു. ഉടനെ സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട്, ഡോ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഇറങ്ങി പോടോ എന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന ആൾ ചോദിക്കും, അത് പറയാൻ താങ്കളാരാ? ഈ വീട്ടുകാരൻ വിളിച്ചിട്ടാ ഞാനിവിടെ ഇരിക്കുന്നത്. ഇനി പോകണമെങ്കിൽ ആര് പറയണം? വീട്ടുകാരൻ പറയണം. നമ്മുടെ ജീവിതത്തിൽ കസേരയിട്ട് കയറ്റിയ പല ഇരുട്ടും പുറത്തു പോകണമെങ്കിൽ ഒരു പാസ്റ്റർമാരും ശാസിച്ചിട്ട് കാര്യമില്ല. നിന്റെ ജീവിതത്തിൻ്റെ അകത്തുനിന്ന് നീ തന്നെ അതിനെ ഇറക്കി വിടണം. നീ തന്നെ ഇറക്കി വിടണം. എൻ്റെ ജീവിതത്തിൽ ഈ പ്രവൃത്തിക്ക് സ്ഥാനമില്ല, എൻ്റെ ജീവിതത്തിൽ ഈ ഇടപാടുകൾക്ക് സ്ഥാനമില്ല, എൻ്റെ ജീവിതത്തിൽ ഈ പദങ്ങൾക്ക്, ഈ കാര്യങ്ങൾക്ക്, ഈ യാത്രകൾക്ക്, ഈ കാര്യങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. ഞാൻ ഇതുമായിട്ട് ബൈ പറയുകയാണ്. വീട്ടുകാരൻ ഇറക്കി വിടണം. പിശാചിന് ഇരിക്കാൻ കസേരയിട്ട് കൊടുക്കരുത്. അതാ വേദപുസ്തകം പറയുന്നത്, പിശാചിന് ഇടം കൊടുക്കരുത്. അത് കൊടുക്കാത്തിടത്തോളം കാലം നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുന്നിടത്തോളം പിശാചിന് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഇല്ല, ഒരു പിണ്ണാക്കും ചെയ്യാൻ സാധിക്കത്തില്ല. മനസ്സിലായോ? ഈ ധൈര്യത്തോടെ നിങ്ങളൊന്ന് ജീവിച്ചു നോക്കുക. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, പിശാച് എന്നെ ഒരു ചുക്കും ചെയ്യുകയില്ല എന്ന ധൈര്യത്തോടെ നിങ്ങളൊന്ന് ജീവിച്ചു നോക്കുക. പ്രൈസ് അല്ലാഹ്.
അതുകൊണ്ട് പറയാണ് പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറയുന്നു. എഫേസ്യ ലേഖനം 6:11 കൂടെ ഒന്ന് വായിച്ചാട്ടെ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. അവൻ തന്ത്രങ്ങളുമായിട്ട് നിന്റെ അടുക്കൽ വരും. നിന്നെ കൃപയിൽ നിന്നും വീഴ്ത്തിക്കളഞ്ഞാലേ അവന് നിന്റെ മേൽ അധികാരമുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ ലക്ഷ്യം മനുഷ്യന്റെ തന്ത്രങ്ങളാലും ചതിയാലും കെണിയാലും പലവിധ ഉപായങ്ങളാലും നീ നിൽക്കുന്ന കൃപയെന്ന് നിന്നെ പിന്മാറ്റക്കാരനാക്കണം. എന്തിന്? നീ പിന്മാറ്റക്കാരനായി പോയാലേ പിശാചിന് നിന്റെ മേൽ ആധിപത്യം ചെലുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരിക്കലും ദൈവകൃപ വിട്ട് പിന്മാറിപ്പോകരുത്. ഈ കൃപയിൽ നിന്ന് നിന്നെ അകറ്റാൻ ആ പഴയ പാമ്പ് സകല തന്ത്രങ്ങളുമായി നിന്റെ അടുക്കൽ വരും. കൃപ വിട്ട് പോകരുത്. പോയാൽ വേദപുസ്തകം പറയുന്നു, ആമേൻ, ഛർദ്ദിച്ചത് തിരിച്ചു ഭക്ഷിക്കുന്ന നായ പോലെയും ആദ്യത്തേനേക്കാൾ ഒടുവിൽ അധികം വഷളായി പോയി കുളിച്ചിട്ട് ചെളിയിലേക്ക് വീണ്ടും പോകുന്ന പന്നിയെ പോലെയും. നോക്ക്, ചാകര കിട്ടിയപ്പോൾ ആ ചാകര വിട്ടേച്ച് കർത്താവിനെ അനുഗമിച്ച ആൾ ആര്? പത്രോസ്. പക്ഷെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പം പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു, ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പോവാ? മീൻ പിടിക്കാൻ പോവുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പദം? മീൻ പിടിക്കാൻ പിന്നെയും പോയപ്പോൾ കനലിൽ ചുട്ട അപ്പവും മീനുമായിട്ട് കരയിൽ ആര് വന്നു? കർത്താവ് വന്നു. അത് കർത്താവാന്ന് കണ്ടപ്പോൾ ഒരു പദം അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. താൻ നഗ്നനാക കൊണ്ട് അങ്കിയെടുത്ത് തരയിൽ ചുറ്റി. വായിച്ചിട്ടുണ്ടോ അത്? ആമേൻ. വീണ്ടും പഴയ പണിക്ക് പോയപ്പോൾ ഉടുതുണിയില്ലായിരുന്നു. മനസ്സിലായോ? ഒരിക്കൽ അറിഞ്ഞ സത്യം വിട്ട് തിരിച്ചു പോയാൽ ഉടുതുണി പോലും ഇല്ലാത്ത അവസ്ഥയിൽ നീ നിലവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്ക മടങ്ങി വരും. അതുകൊണ്ട് അറിഞ്ഞ സത്യം വിട്ടും ദൈവകൃപ വിട്ടും ഒരിക്കലും പിന്മാറിപ്പോകരുത്. ഹല്ലേലൂയ.